ഈ കഴിഞ്ഞ 2015-ലും 2020-ലും യു.ഡി.എഫ് ഇത്ര മോശമാവാൻ കാരണം ഒരു സീരിയസ് കണ്ടസ്റ്റ് ആണെന്ന് ജനത്തിന് തോന്നിയില്ല. ആ. ഇപ്പോൾ ആരെയാണ് മേയറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? നിങ്ങൾക്ക് ഒരു നയമുണ്ടോ? എന്താണ് നിങ്ങളുടെ നയം? സ്ഥാനാർത്ഥികളുടെ ഒരു അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഒരു അസംതൃപ്തി ജനത്തിനുണ്ടായിരുന്നു. അതാണ് സത്യത്തിൽ 3 കക്ഷികൾ തമ്മിൽ മത്സരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം വിജിലൻ്റ് ആവേണ്ടത്. കാരണം ഒരടി പുറകോട്ട് പോയാൽ നമ്മൾ വിച്ചർന്നങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് കാരണം ഞാൻ 2 ത്രികോണ മത്സരത്തിനെ ഞാനതിൽ പങ്കാളിയായ വ്യക്തി എന്നുള്ള എനിക്കറിയാം അതിൻ്റെ എന്തുമാത്രം ഗൗരവമാണ് ത്രികോണ മത്സരം എന്നുള്ളത്. നേരിട്ട മത്സരത്തിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ത്രികോണ മത്സരം. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു, നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഫീൽഡിൽ ഇറക്കി ശക്തമായി പ്രതിരോധിക്കണം. തിരിച്ചു വരണമെങ്കിൽ ആദ്യത്തെ ഒരു നമ്മളെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ജനത്തിനുണ്ടാവണം. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു ബൂസ്റ്റപ്പ് ആവാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇത്തവണ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒന്നാമത്തേത് CPM-ൻ്റെ ഭരണത്തിനെ കുറിച്ച് വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ അവസാനത്തെ ഈ 5 വർഷക്കാലം എന്ന് പറഞ്ഞു അത് യൂട്ടിലൈസ് ചെയ്യാൻ തക്കവണ്ണം കരുത്തുള്ളവരല്ല BJP ഇന്ന് നഗരത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. ഒന്ന്, അവരുടെ ഉള്ളിലുള്ള ഇൻഫൈറ്റ്. 2, അവരുടെ കൗൺസിലറുടെ ആത്മഹത്യ. നന്നായിട്ട് ഈ കൗൺസിലൊക്കെ മുനിസിപ്പൽ ആക്റ്റൊക്കെ നന്നായി പഠിച്ച് പ്രസംഗിച്ച ഒരാളായിരുന്നു ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും ആ ആത്മഹത്യക്കുറിപ്പിലൂടെ പുറത്തു വരുന്ന ചില കാര്യങ്ങളൊക്കെ BJPക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മറ്റൊരു ബാങ്ക് പ്രസിഡൻ്റ് ആയിട്ടുള്ള ശ്രീ MS കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം BJPയുടെ നമ്പർ കുറയ്ക്കും. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പോരായ്മ, കേരള രാഷ്ട്രീയം അങ്ങനെ പഠിക്കാത്ത ഒരാളാണ്, പെട്ടതാണ് ഇപ്പോൾ വന്ന് ഇതിൻ്റെ പ്രസിഡൻ്റ് ആയത്. അപ്പം അതിലുള്ള ഒരു ഗ്യാപ്പുണ്ട്, അവരുടെ പ്രവർത്തകരും നേതാക്കന്മാരുള്ള ഗ്യാപ്പുണ്ട്. ഇതെല്ലാം BJPയുടെ നമ്പർ കുറയ്ക്കാനേ സഹായിക്കൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ 2 നെഗറ്റീവുകൾക്കിടയിലൂടെ നടന്ന് പോസിറ്റീവ് ആവുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.